നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളെ ഒന്നിച്ച് അഭിസംബോധന ചെയ്യാൻ ഉള്ള പ്രധാന കാരണം ആറ്റിങ്ങ പോളിടെക്നിക് ഒരു ചരിത്ര മുഹൂർത്തത്തിലൂടെ കടന്നു പോവുകയാണ്. ഏവർക്കും അറിയുന്നത് പോലെ 2020 വർഷം പൂർണ്ണമായും 2021 ഭാഗികമായും കോവിഡ് മഹാമാരി മൂലം നമുക്ക് നഷ്ടമായിട്ടുണ്ട്. കോവിഡ് മഹാമാരി ഒരുപാട് പ്രഹരം നമ്മുടെ വിവിധ മേഖലകളിൽ അടിച്ചേൽപ്പിച്ചിട്ടുമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസ് ജീവിതം നഷ്ടമാകുകയും അവരുടെ തൊഴിൽ സാധ്യതകൾക്ക് മങ്ങലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന് ആകെ പരിശോധിക്കുകയാണെങ്കിൽ അന്യദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരുപാട് പേർ തൊഴിൽ നഷ്ടപ്പെടുകയോ തൊഴിൽ ഉപേക്ഷിച്ച് മടങ്ങി വരികയോ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തിൻ്റെ സമ്പദ്ഘടന പല കാരണത്താൽ ഒരു ഭീഷണി നേരിടുന്ന ഒരു ഘട്ടവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോളിടെക്നിക്കിൻ്റെ ദൗത്യം അല്ലെങ്കിൽ പോളിടെക്നിക്കിൻ്റെ ധർമ്മം മറ്റൊരു മേഖലയിലും കൂടി കടന്നു ചെല്ലേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഭാഗമായി 2021 നവംബർ മാസം, ഒക്ടോബർ മാസം പ്ലാൻ ചെയ്തു തുടങ്ങിയതാണെങ്കിലും നവംബർ മാസം മുതൽ ഈ പോളിടെക്നിക്കിൽ ഇന്നോവറൻ പോളി എന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇന്നോവേഷൻ ഇൻ പോളിടെക്നിക് എന്നാണ്. പ്രധാന ഉദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ്. ഒരു വർഷത്തിനിടയിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ 5 മെൻറ്റേർഡ് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കണം. സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും സ്വയം സംരംഭകത്വം. സ്വയം സംരംഭകത്വം തുടങ്ങാൻ എളുപ്പമാണ്, വിജയകരമായി നടത്തിക്കൊണ്ടുപോകാനാണ് പ്രയാസം. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. തുടർച്ചയായി നഷ്ടത്തിലാകാതെ ലാഭത്തിൽ ഓടിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ക്യാമ്പസിനുള്ളിൽ മെൻറ്റേർഡ് സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് ഉദ്ദേശിച്ചത്. മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ ഒരു കൈത്താങ്ങാണ്. ഈ പോളിടെക്നിക്കിൽ ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ, സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളെക്കുറിച്ച് അതിനനുസൃതമായി രജിസ്ട്രേഷൻ ചെയ്യാൻ ഉള്ള സഹായം നൽകുക, കടബാധ്യതയില്ലാതെ പോളിടെക്നിക്കിൻ്റെ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യവസായ സ്ഥാപനം ആരംഭിക്കുക, സേഫായിട്ടുള്ള ഒരു മാർക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ കണ്ടെത്തി കൊടുക്കുക, അതിനുള്ള ഉപദേശങ്ങൾ നൽകുക, അതിനുള്ള സഹായങ്ങൾ ചെയ്യുക. ഇതാണ് മെൻറ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ മെൻറ്റർ ചെയ്യുന്ന 5 മെൻറ്റേർഡ് സ്റ്റാർട്ടപ്പുകൾ ഈ ക്യാമ്പസിൽ ഒരു വർഷം ആരംഭിക്കണം എന്നുള്ളതാണ്. ഓരോ വർഷവും ആരംഭിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, ഒരു ക്യാമ്പസിനുള്ളിൽ 5 പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ആരംഭിക്കും. പോളിടെക്നിക്കിൻ്റെ ഫെസിലിറ്റികൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഫെസിലിറ്റികൾ അല്പമൊന്ന് റീഅറേഞ്ച് ചെയ്താൽ, അല്പമൊന്ന് പ്രായോഗിക തലത്തിലേക്ക് മാറുന്ന തരത്തിൽ റീഅലൈൻ ചെയ്താൽ ചില സേവനങ്ങൾ നമുക്ക് നൽകാൻ കഴിയും, ചില ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ. അത്തരത്തിലുള്ള 5 പ്രൊഡക്ഷൻ സെൻറ്ററുകൾ പോളിടെക്നിക്കുകളിൽ ഓരോ വർഷവും ആരംഭിക്കണം എന്നതാണ് ഇന്നോവറൻ പോളിയുടെ മറ്റൊരു ഉദ്ദേശം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കത്തിൽ പോളിടെക്നിക്കിനുള്ളിൽ സ്ഥലം കൊടുക്കുന്നു, പോളിടെക്നിക്കിനുള്ളിലെ ഫെസിലിറ്റികൾ ഉപയോഗിക്കാൻ അനുവാദം നൽകുന്നു. സ്വാഭാവികമായി മാർക്കറ്റിങ്ങിനുള്ള സഹായം നമ്മൾ കൊടുക്കുന്നു.
അങ്ങനെയെല്ലാം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവരിൽ നിന്ന് പോളിടെക്നിക് തിരിച്ചു പ്രതീക്ഷിക്കുന്നത് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനോ സേവനങ്ങൾ വർദ്ധിപ്പിക്കാനോ മാൻ പവർ ആവശ്യമായി വരുമ്പോൾ, സ്റ്റാഫുകളുടെ എണ്ണം കൂടുതൽ വേണ്ടി വരുമ്പോൾ അവർ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ വേണം എടുക്കാൻ. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാഠ്യ പദ്ധതിയെ തകിടം മറിക്കാത്ത വിധത്തിൽ അവരുടെ ഫ്രീ ടൈമുകളിൽ അവരെ ഈ സ്ഥാപനങ്ങളിൽ പ്രയോജനപ്പെടുത്തുകയും അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പണം നൽകുകയും വേണം. ഒരു സ്റ്റൈപ്പൻഡ് കണക്ക് സർക്കാർ വിഭാവനം ചെയ്യുന്ന ഏൺ വൈൽ ലേൺ എന്ന് പറയുന്ന പദ്ധതി ഇതാണ്. വരുന്ന വർഷങ്ങളിൽ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം കൂടുകയും പ്രൊഡക്ഷൻ സെൻ്ററുകളുടെ എണ്ണം കൂടുകയും ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആ സ്റ്റാർട്ടപ്പുകളിലോ പ്രൊഡക്ഷൻ സെൻ്ററുകളിലോ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു പോക്കറ്റ് മണി പോലെ സ്റ്റൈപ്പൻഡ് കിട്ടും. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവർക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. സ്വാഭാവികമായും അവർക്ക് വേണമെങ്കിൽ സ്വന്തം സ്റ്റാർട്ടപ്പ് ആരംഭിക്കാനുള്ള കഴിവും സ്കില്ലും അവർക്ക് ലഭിക്കും. ഇതാണ് ഇന്നോവർ ആൻഡ് പോളിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല. രണ്ടാമത്തത്, ഒരു കുട്ടിയെ കമ്പനി എടുക്കുമ്പോൾ 3 മാസം അല്ലെങ്കിൽ 6 മാസം അവർ ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് പീരീഡിൽ അവർക്ക് ശമ്പളം കുറവായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പഠിച്ചിറങ്ങി പോകുന്ന കുട്ടികൾക്ക് ഇവിടെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന പേരിൽ ഫാക്ടറിക്കോ അവർ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിലോ എന്താണോ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഉള്ള ട്രെയിനിങ് ഇവിടെ തന്നെ നൽകാൻ ആണ് തീരുമാനം. അത് ഈ വർഷം തന്നെ നടപ്പിലാക്കും. അതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഫോർ ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ്. മറ്റൊന്ന്, നമ്മൾ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമെന്ന് പറഞ്ഞു, പ്രൊഡക്ഷൻ സെൻ്ററുകൾ ആരംഭിക്കുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഇന്നോവേഷൻ എന്നൊരു കൾച്ചർ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്നൊരു ഭാഗം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. സ്വാഭാവികമായും പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ഈ പ്രോഡക്റ്റുകൾ 5 പുതിയ പ്രോഡക്റ്റുകളെങ്കിലും ഒരു വർഷം ഉണ്ടാകണം. അതിൽ 5 എണ്ണം കഴിയുമെങ്കിൽ 5 എണ്ണം, അല്ലെങ്കിൽ 1 or 2 എങ്കിലും പേറ്റന്റ് എടുക്കാൻ പാകത്തിനായിരിക്കും. ആ രീതിയിലുള്ള ഒരു ഗവേഷണമായിരിക്കും ഈ ഇന്നോവർ ആൻഡ് പോളി ഭാഗമായി നടപ്പിലാക്കുക. തീർന്നില്ല. 3 വർഷത്തിൻ്റെ പഠന കാലയളവിൽ NSQF അലൈൻഡ് ആയിട്ട് ഉള്ള 2 അഡീഷണൽ സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടി കുട്ടിക്ക് ലഭിക്കാൻ ഇടയാകണം. അതിനുള്ള സംവിധാനം പോളിടെക്നിക് ഒരുക്കും. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ നിലവിലുള്ള സംവിധാനത്തിൽ ഒരു ഉടച്ചുവാർക്കൽ വരുത്തുകയാണ്. ഒരു കുട്ടി ക്യാമ്പസിൽ വരുമ്പോൾ തന്നെ അവൻ്റെ സ്കില്ലുകൾ, 2 തരത്തിലുള്ള സ്കില്ലുകളുണ്ട്. ഒന്ന് ടെക്നിക്കൽ സ്കിൽ, ഒന്ന് പേഴ്സണൽ സ്കിൽസ്. ഇത് രണ്ടും മനസ്സിലാക്കാനായിട്ട് ഒരുപാട് രീതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതി അല്ലെങ്കിൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റാണ്. അത്തരത്തിലുള്ള ഒരു സൈക്കോമെട്രിക് ടെസ്റ്റിലൂടെ അവനെ കടത്തിവിടുമ്പോൾ അവൻ്റെ അഭിരുചി എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അവന് എവിടെയാണ് കുറവുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ ശക്തി എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവനെ ഏത് സ്ഥാപനത്തിലേക്കാണ് അല്ലെങ്കിൽ ഏത് തൊഴിൽ രംഗത്തിലേക്കാണ് അവനെ നയിക്കേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടി പറ്റും. അപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അതുകൂടാതെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ കമ്പനികളിൽ മുൻകൂട്ടി ചെന്ന് അടുത്ത 6 മാസമാകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത 1 കൊല്ലത്തിൻ്റെ കമ്പനികൾക്ക് ആവശ്യമുള്ള ജോബ് റിക്വയർമെൻ്റ് എന്താണ് ആ ജോലിക്ക് വേണ്ടുന്ന സ്കില്ലുകൾ, എന്തൊക്കെയാണ് ആ ജോലിക്ക് വേണ്ടുന്ന റിക്വയർമെൻറ്റ്, ടെക്നിക്കൽ സ്കില്ലാകട്ടെ പേഴ്സണൽ സ്കിൽസ് ആകട്ടെ, എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അന്വേഷിച്ച് അതനുസരിച്ച് കുട്ടികളെ ഇവിടെ ട്രെയിൻ ചെയ്യാനുള്ള ഏർപ്പാട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായി ചെയ്യും. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ തുടരുകയും ഇത് അതിൻ്റെ കൂടെ ഇതിനോടൊപ്പം നടക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഇപ്പോൾ പ്രോജക്റ്റുകൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ സെലക്ട് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലാണ്. ഇനി മുതൽ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റ് അക്കാഡമിക് കൗൺസിലിന് മുമ്പാകെ വെക്കുകയും ചർച്ച ചെയ്തതിന് ശേഷം വേണം അത് ഫൈനലൈസ് ചെയ്യാൻ. കാരണം ഓരോ പ്രോജക്റ്റും
ഒരു സ്റ്റാർട്ടപ്പിലേക്ക് അവസാനിക്കണം. ഒരു പ്രോജക്റ്റ് തുടങ്ങി അവിടെ അവസാനിക്കുകയല്ല വേണ്ടത്. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ടപ്പിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു ഗവേഷണാത്മകമായ പ്രോജക്റ്റ് ആയിരിക്കും. പോളിടെക്നിക്കിലെ ഗവേഷണം എഞ്ചിനീയറിംഗ് കോളേജിലെ ഗവേഷണവുമായി കൂട്ടിക്കുഴയ്ക്കരുത്. പോളിടെക്നിക്കിലെ ഗവേഷണം സാങ്കേതിക വിദ്യ സാധാരണക്കാരന് പ്രാപ്യമാകുന്ന തരത്തിൽ അവന് ഉപകരിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ സൃഷ്ടിക്കുകയോ സേവനങ്ങൾ സൃഷ്ടിക്കുകയോ എന്ന തരത്തിലാകണം. അതിന് നമ്മുടെ കുട്ടികൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ വരുമ്പോൾ പ്രാക്ടിക്കലിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. നമ്മുടെ കുട്ടികൾ പ്രാക്ടിക്കലിൽ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തിയറി തനിയെ പഠിക്കാനുള്ള സെൽഫ് ലേണിംഗ് സ്കിൽ സ്വയം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. കുട്ടികൾ അതിൽ ശ്രദ്ധിക്കണം. അധ്യാപകർ അതിന് വേണ്ടുന്നുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഇത് മാത്രമല്ല, ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രത്യേക പദ്ധതി തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭാഷ കൈകാര്യം ചെയ്യാൻ കുട്ടികൾ പ്രാവീണ്യം നേടുക, ആശയവിനിമയം നല്ല രീതിയിൽ നടത്താനായിട്ടുള്ള കഴിവ് നേടുക എന്നിവ ടെക്നിക്കൽ സബ്ജക്റ്റുകൾ പഠിക്കുന്നത് പോലെ തന്നെ അതീവ പ്രാധാന്യമാണ് എന്നാണ് ഇന്നോവർ ആൻഡ് പോളി എന്ന പ്രോജക്റ്റ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യം സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഈ വർഷം NSSന്റെ ഭാഗമായി അവരുടെ റുട്ടീനായിട്ടുള്ള പ്രോഗ്രാമിനോടൊപ്പം തന്നെ അഡീഷണൽ പ്രോഗ്രാമായി നൽകുന്ന ഒന്നാണ്. നമ്മുടെ സമൂഹത്തിൽ ചെറുകിട വ്യവസായങ്ങൾ ഒരുപാടുണ്ട്, അയൽക്കൂട്ടങ്ങളുണ്ട്, കുടുംബശ്രീകളുണ്ട്, കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. അവർ വിവിധ തരം പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്നുമുണ്ട്. ഈ കുട്ടികൾ അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ രീതി, ഉൽപ്പാദനത്തിൻ്റെ പ്രവർത്തന ശൈലി, അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയെല്ലാം പഠിച്ച് അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക, സാങ്കേതികമായി എന്ത് സഹായമാണ് ചെയ്യാൻ കഴിയുക, അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ സെമി ഓട്ടോമേഷൻ ചെയ്തു കൊടുത്താൽ അവരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുമോ, ഗുണമേന്മ വർദ്ധിപ്പിക്കുമോ എന്ന് പരിശോധിക്കുക. പൂർണ്ണമായ ഓട്ടോമേഷൻ യന്ത്രം നമ്മൾ നൽകിയാൽ അവർക്ക് അങ്ങനെ സാധ്യമാകുമോ? ഏതാണ് ടെക്നോളജിയിൽ ഒരു മാറ്റം വേണം, മാറ്റമുണ്ടായാൽ ഇത് ഗുണമേന്മയും കാര്യക്ഷമതയും വർദ്ധിക്കുമോ എന്നുള്ള ഒരു പരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ വർഷം NSS ഒരു സർവേ നമ്മുടെ സമീപ മുനിസിപ്പാലിറ്റിയിലും സമീപ പഞ്ചായത്തുകളിലും നടത്തും. ഇതുകൂടാതെ നമ്മൾ റീജിയണലായിട്ടും നാഷണലായിട്ടും ഇൻ്റർനാഷണലുമായിട്ടുള്ള വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി ആറ്റിങ്ങൽ പോളി ഒരു കൊളാബറേഷനിൽ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ധാരണാപത്രമാണ്. ഇപ്പോൾ തന്നെ 5 റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി നമ്മൾ ധാരണാപത്രത്തിലെത്തിയിട്ടുണ്ട്. ഒന്ന് ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട്, ഒന്ന് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട്, ഒന്ന് ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട്, ഒന്ന് ഓൾട്ടർനേറ്റ് എനർജിയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒന്ന് കമ്പ്യൂട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ 5 വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി നമ്മൾ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. ഈ വർഷം തന്നെ നമ്മൾ 2 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായും 1 ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായും നമ്മൾ ധാരണാപത്രം ഒപ്പിടും. അതോടുകൂടി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും റീജിയണൽ, നാഷണൽ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസുമായി അവരുടെ സംവിധാനങ്ങൾ എന്താണെന്ന് പഠിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഇതാണ് ഇന്നോവർ ആൻഡ് പോളി എന്ന് പറയുന്ന പദ്ധതിയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. പതിനാല് 9/2021 സെപ്റ്റംബർ മാസമാണ്. ഇതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പോളിടെക്നിക്കിൽ PTA, നാഷണൽ സർവീസ് സ്കീം, കമ്മ്യൂണിറ്റി പോളിടെക്നിക്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, AICT കോർഡിനേഷൻ കമ്മിറ്റി, NBA കോർഡിനേഷൻ കമ്മിറ്റി, കോമൺ കമ്പ്യൂട്ടർ ഫെസിലിറ്റി, ലാംഗ്വേജ് ലാബ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി, ASAP, IEDC,
ഫിനിഷിംഗ് സ്കൂൾ, പ്ലേസ്മെന്റ്, സ്കോളർ സപ്പോർട്ട്, വിസിറ്റിംഗ് ഫാക്കൽറ്റി, എത്തിക്സ് കമ്മിറ്റി, ആന്റി നർക്കോട്ടിക് കമ്മിറ്റി, സ്റ്റുഡൻസ് അഫയേഴ്സ് ആൻഡ് ഡിസിപ്ലിൻ, ലിറ്റററി ക്ലബ്, കൗൺസിലർ ആൻഡ് കൗൺസിലിംഗ് സെൽ, ട്രെയിനിംഗ് മാനേജർ, ഗ്രീൻ പ്രോട്ടോകോൾ ആൻഡ് ഭൂമിത്ര സേന, ഭരണഭാഷ ശ്രേഷ്ഠ കമ്മിറ്റി, ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ആൻഡ് വിമൻ ഡെവലപ്മെന്റ് സെൽ, ആന്റി റാഗിംഗ് കമ്മിറ്റി, ആന്റി റാഗിംഗ് സ്ക്വാഡ്, സ്റ്റുഡന്റ് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി, ഗ്രീവൻസ് റിഡ്രസൽ സെൽ ഫോർ ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ്, ജെൻഡർ ജസ്റ്റിസ് ഫോറം, റൈറ്റ് ടു ഇൻഫോർമേഷൻ, ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻട്രാക്ഷൻ സെൽ, കണ്ടംനേഷൻ ബോർഡ് എന്നിവ രൂപീകരിച്ചു എന്ന് പറയുന്നതിനേക്കാളും പുനഃസംഘടിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഒരു മാറ്റം വരുത്തി. ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രാക്ഷൻ സെല്ലും എത്തിക്സ് കമ്മിറ്റിയും ഗ്രീൻ പ്രോട്ടോകോൾ ആൻഡ് ഭൂമിത്ര സേന, കൗൺസിലർ ആൻഡ് കൗൺസിലിംഗ് സെൽ, ലിറ്റററി സെൽ, വിസിറ്റിംഗ് ഫാക്കൽറ്റി, സ്കോളർ സപ്പോർട്ട്, പ്ലേസ്മെന്റ്, ഫിനിഷിംഗ് സ്കൂൾ, IEDC, അസാപ്പ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ സെൽ, ലാംഗ്വേജ് ലാബ്, കമ്പ്യൂട്ടർ ഫെസിലിറ്റി, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെൽ, നാഷണൽ സർവീസ് സ്കീം, PTA ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ഒരു പദ്ധതിയും കൂടി രൂപം കൊടുത്തു. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് 2 കൊല്ലം മുമ്പ് സർക്കാർ അനുവദിച്ച ഒരു പ്രോഗ്രാമാണ്. പ്രധാന ഉദ്ദേശം ക്യാമ്പസിനുള്ളിൽ ഇൻഡസ്ട്രി വരിക എന്നുള്ളതാണ്. നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അസാപ്പിനെ. ആറ്റിങ്ങൽ പോളി ഈ ഓഫീസ് ഓർഡർ അല്ലെങ്കിൽ ഈ കമ്മിറ്റികളുടെ പുനഃസംഘടന അക്കാഡമിക് കൗൺസിലിലാണ് എടുത്തത്. അന്ന് നമ്മൾ വിലയിരുത്തിയപ്പോൾ അസാപ്പിൻ്റെ ഒരു മോഡൽ നമുക്ക് അംഗീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തിയാൽ വിജയീയമാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ 15/9/2021 അസാപ്പിൻ്റെ ഡയറക്ടറുമായി നേരിട്ടൊരു ചർച്ച നടത്തി. അവരുടെ ടീമുമായി ഒരു ചർച്ചയുണ്ടായി. അതിൽ നമ്മൾ മുമ്പോട്ട് വെച്ചത് നമ്മളൊരു ആഗ്രോ ബേസ്ഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുന്നു എന്നാണ്. എന്ന് മാത്രമല്ല, ഇൻഡസ്ട്രി ഏതാണ് നമ്മുടെ ക്യാമ്പസിനുള്ളിൽ വരേണ്ടത് എന്ന് ക്യാമ്പസിനുള്ളിലെ അക്കാഡമിക് കൗൺസിലായിരിക്കും തീരുമാനം. ചർച്ചകളിലൂടെയാണ്. പക്ഷേ അന്തിമ തീരുമാനം അക്കാഡമിക് കൗൺസിലിനായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്രോ ബേസ്ഡ് കമ്പനി നമ്മൾ രൂപീകരിക്കുന്നു. അസാപ്പ് അതിൻ്റെ രജിസ്ട്രേഷന് സഹായിക്കുന്നു. തുടർന്ന് അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും അസാപ്പ് സഹായിക്കും. അങ്ങനെ ഒരു ധാരണയിലെത്തുകയും ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുകയും ക്യാമ്പസിനുള്ളിൽ മാനോ ലാബ് എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിക്കുകയും ചെയ്തു. 5 മെക്കാനിക്കൽ കുട്ടികളാണ് IEDC മുഖാന്തരം മാനോ ലാബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങാനായി തയ്യാറായി വന്നത്. അസാപ്പിൻ്റെ സഹായത്തോടുകൂടി രജിസ്ട്രേഷൻ ചെയ്തു. അഗ്രോ ടൂൾസാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ പാറ്റേൺ എന്ന് പറയുന്നത് കാട്ടാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞ് പുതുതായി രൂപം കൊടുത്ത സർക്കാരിൻ്റെ തന്നെ മറ്റൊരു കൗൺസിലാണ്. കുട്ടികൾ ഉണ്ടാക്കുന്ന ആഗ്രോ ടൂൾസ് അസാപ്പ് മുഖാന്തരം KIDC മുഖാന്തരം വിപണനം ചെയ്യും. കുട്ടികൾക്ക് പോളിടെക്നിക്കിൽ നിന്ന് മെൻറ്റർ ചെയ്യാനായി 2 പേരെ നമ്മൾ നൽകിയിട്ടുണ്ട്. 2 അധ്യാപകർ, ദീപു എന്ന് പറയുന്ന അധ്യാപകനെയും ശ്യാം എന്ന് പറയുന്ന അധ്യാപകൻ. ഇത് കൂടാതെ KIDCയുടെ ഒരു ടെക്നിക്കൽ ടീം ഇവരെ മെൻറ്റർ ചെയ്യുന്നു. അങ്ങനെ സാധ്യമായ തരത്തിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ, ഇവർക്ക് താങ്ങായി നിൽക്കാൻ ഉള്ള ഏജൻസികൾ നമ്മൾ തയ്യാറാക്കി നിർത്തിക്കൊണ്ടാണ് ഈ മാനോ ലാബ് എന്ന് പറയുന്ന കമ്പനി ഇവിടെ ആരംഭിച്ചത്. ആറ്റിങ്ങൽ പോളി, അസാപ്പ്, KDISC, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, കാട്ടാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്നീ വിവിധ ഏജൻസികളുടെ സപ്പോർട്ട് മാനോ ലാബിന് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കുട്ടികൾ തിരഞ്ഞെടുത്തത് തുടക്കത്തിൽ മൺവെട്ടിയും പിക്കാക്സും ഉണ്ടാക്കാനാണ്. അതിന് കാരണം പിക്കാസും മൺവെട്ടി കർഷകൻ കൂടിയായ ശ്യാം സാർ
റീഡിസൈൻ ചെയ്ത് അത് നമ്മളറിയുന്ന തൊഴിലാളികൾ ഉപയോഗിക്കുകയും ആ തൊഴിലാളികൾ അവയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആദ്യം ഇറക്കുന്ന പ്രോഡക്റ്റിന് ഒരു സേഫ് മാർക്കറ്റ് വേണമെന്ന്, അതുവഴിയാണ് നമ്മൾ മൂലധനം കണ്ടെത്തേണ്ടതെന്നുള്ള ചിന്തയിൽ നിന്നാണ് ശ്യാംസ് ടൂൾസ് എന്ന പേരിൽ ഈ കുട്ടികൾ പിക്കാക്സും മൺവെട്ടിയും അതിൻ്റെ വിവിധ റേഞ്ചുകളിലുള്ളതുണ്ട്, കൂടാതെ വെട്ടുകത്തി, ചിസിൽ എങ്ങനെയുള്ള ഉപകരണങ്ങൾ, ആഗ്രോ ടൂൾസ് നിർമ്മിക്കാൻ തുടങ്ങി. വളരെ ലഘുവായി കാണേണ്ട കാര്യമില്ല. ഒരു സംശയം വരാം, പോളിടെക്നിക്കിലെ കുട്ടികൾ ഇതാണോ ഉണ്ടാക്കേണ്ടത്, ഇത് വർക്ക്ഷോപ്പിലെ കുട്ടികളല്ലേ ഉണ്ടാക്കേണ്ടത്, കുറച്ചും കൂടി സാങ്കേതികവിദ്യ സമന്വയിപ്പിച്ചിരിക്കുന്ന സംഗതികളല്ലേ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങൾ വരാം, സ്വാഭാവികം. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് കർഷകന് വളരെ ആവശ്യമായ, അവന് സഹായിക്കുന്ന, അവൻ്റെ ജോലിഭാരം കുറയ്ക്കുന്ന കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ അത് മണ്ണിനോട് കാണിക്കുന്ന ഗുരുത്വം, പാവപ്പെട്ടവനോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ്. അവരുടെ ആശീർവാദം മാത്രം മതി ഈ മാനോലാബ് എന്ന് പറയുന്ന കമ്പനിക്ക് വളരാനും പുഷ്ടിപ്പെടാനും. വിവിധ റേഞ്ചുകളിലുള്ള പ്രോഡക്റ്റുകൾ മാനോലാബ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ 5 കുട്ടികളുടെ നേതൃത്വത്തിൽ. തീർച്ചയായും 2 മെന്റർമാരായ അധ്യാപകരുണ്ട്. കൂട്ടത്തിൽ IOC എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. എല്ലാവരും മാനോലാബിൽ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കാര്യം ഇത് പരാജയപ്പെടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ. അത്തരത്തിൽ പിക്കാക്സും മൺവെട്ടിയും ഉണ്ടാക്കുന്ന കമ്പനി ഭാവിയിൽ എന്തുണ്ടാക്കണം എന്ന് വരെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ വരെ ആയിട്ടുണ്ട്. സെമി ഓട്ടോമേറ്റഡ് അഗ്രികൾച്ചർ ടൂൾസ്, ഫുള്ളി ഓട്ടോമേറ്റഡ് അഗ്രികൾച്ചർ ടൂൾസ് എന്ന് തുടങ്ങി ആഗ്രോ ഡ്രോൺസിൽ വരെ അവരുടെ ഡിസൈൻ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാനോലാബിൻ്റെ കാര്യത്തിൽ നമുക്ക് ശുഭപ്രതീക്ഷയാണ്. കേരള സർക്കാരും സർക്കാരിൻ്റെ വിവിധ ഏജൻസികളും മാനോലാബിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്, വിപണനത്തിൻ്റെ കാര്യത്തിലായാൽ പോലും. അതുകൊണ്ട് മാനോലാബിന് നാളിതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓരോ ചുവടും മുന്നോട്ടാണ് പോകുന്നത്. എല്ലാവർക്കും അറിയാം, ഒരു വ്യവസായം തുടങ്ങേണ്ടി വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. പക്ഷേ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ കുട്ടികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയൊന്നില്ല. പോളിടെക്നിക്കിൻ്റെ ഫെസിലിറ്റി ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത്. അവർ ആദ്യമുണ്ടാക്കിയ ഉപകരണങ്ങൾ വിറ്റ് അതിൻ്റെ മൂലധനം ഉപയോഗിച്ചാണ് ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഈ സ്റ്റാർട്ടപ്പിനെ നമ്മൾ തയ്യാറാക്കിയെടുത്തത്. അധ്യാപകരുടെ, വിവിധ ഏജൻസികളുടെ പൂർണ്ണമായ ശ്രദ്ധ ഈ കമ്പനിയിലുണ്ടാകും. അവരുടെ ഓരോ വളർച്ചയുടെ പടവുകളിലും ശ്രദ്ധിക്കും. അവർക്ക് വീഴ്ച വരാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. അവർ വളരുന്നു എന്ന് ഉറപ്പുവരുത്തും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇതൊരു മെന്റേഡ് സ്റ്റാർട്ടപ്പ് ആണ്. ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ വെച്ചു അസാപ്പുമായി. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, നമ്മുടെ കുട്ടികൾ IOC ഇത് ഭാഗമായി ചെയ്യുന്നു. അങ്ങനെ ഒരു MOU വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ഈ പ്രോജക്റ്റ് IOCയുടെ ഭാഗമായി വരികയും IOCയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2 കൊല്ലമായി നമ്മൾ കാത്തിരിക്കുക. സംസ്ഥാനതല ഉദ്ഘാടനം ആറ്റിങ്ങൽ പോളിടെക്നിക്കിൽ വെച്ച് ബഹുമാനിയായ കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു അവർ നിർവഹിക്കുന്നതാണ് എന്ന് അസാപ്പിൻ്റെ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മിനിസ്ട്രി ഓഫ് സ്കില്ലിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രിയും ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് സ്വീകരണമാണ്, ഒരുപാട് പ്രോത്സാഹനമാണ് ഈ പോളിടെക്നിക്കിന് അകത്തുനിന്നും പുറത്തുനിന്നും നമുക്ക് ലഭിച്ചത്. അങ്ങനെ പറയുമ്പോഴും
ആക്ഷേപങ്ങളും ഒരുപാട് കേട്ടു. പരിഭവങ്ങളില്ല അക്കാര്യത്തിൽ. ആക്ഷേപങ്ങളിൽ നമ്മൾ പോസിറ്റീവായിട്ടാണ് സ്വീകരിക്കുന്നത്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മാനുവൽ മുമ്പോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഓട്ടോമൊബൈലിലെ വിദ്യാർത്ഥികൾ അടുത്ത പ്രോജക്റ്റുമായി വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഓട്ടോമൊബൈൽ, ഇന്നോ നാളെയോ, ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വ്യവസായം MSME രജിസ്റ്റർ ചെയ്യപ്പെടാൻ പോവുകയാണ്. എൻജിൻ ടെസ്റ്റിങ്ങിൽ നിന്ന് ആരംഭിച്ച് വാഹനങ്ങളെ ഇലക്ട്രിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എത്തി നിൽക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു വ്യവസായ രൂപകൽപ്പനയാണ് ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിയത്. മറ്റു 2 ഡിപ്പാർട്ട്മെന്റുകളും ഇവിടെയുണ്ട്. അവരും മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. IEDC അല്ലെങ്കിൽ IOC പല ഘട്ടങ്ങളിലായി അക്കാഡമിക് കൗൺസിലിലും HODമാരുമായി, അധ്യാപകരുമായി, വിദ്യാർത്ഥികളുമായി സെപ്റ്റംബർ മാസം മുതൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പലരും നേരിട്ട് കാണുന്നുമുണ്ട്. കാര്യങ്ങളെല്ലാം വളരെ സജീവമായി പോവുകയാണ്, സുതാര്യമായി പോവുകയാണ്. ഇത് കണ്ട് ഏതെങ്കിലും കുട്ടികൾക്ക് ഒരു വ്യവസായം തുടങ്ങണം, ഒരു സ്വയം സംരംഭകത്വം തുടങ്ങണം എന്ന ആഗ്രഹം വരികയാണ്, അവർക്ക് മുന്നോട്ട് വരാം. സ്വാഗതം. ഈ 5 എണ്ണം എന്നുള്ളത് ഒരു ഫിക്സഡ് നമ്പർ അല്ല. എത്ര കമ്പനി തുടങ്ങാൻ കഴിയുമെങ്കിലും നിങ്ങളുടെ ഐഡിയ കൊണ്ടുവന്നാൽ IOC ടീം, IEDC ടീം വിവിധ ഏജൻസികളുമായി ചർച്ച ചെയ്ത് നിങ്ങൾ കൊണ്ടുവരുന്ന പ്രോജക്റ്റ് വയബിൾ ആണോ എന്ന് പരിശോധിക്കും. ടെക്നോളജി ശരിയാണോ എന്ന് പരിശോധിക്കും. കോസ്റ്റ് എഫക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കും. സേഫ് മാർക്കറ്റിംഗ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. പരിശോധിച്ച് കഴിഞ്ഞ് ഉണ്ട് എങ്കിൽ അത് തുടങ്ങാനായിട്ട് വേണ്ടുന്ന എല്ലാ സഹായവും മാനോ ലാബിന് കൊടുത്തതുപോലെ നൽകും എന്നുള്ളതാണ് ആറ്റിങ്ങപ്പോളിയുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ്. പൈക്കോഹൈഡൽ പ്രോജക്റ്റ് നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ചെലവ് ചുരുങ്ങിയ രീതിയിൽ പൈക്കോഹൈഡൽ പ്രോജക്റ്റുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധ്യതയുള്ള ഒന്നാണ്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ സാങ്കേതികവിദ്യ നമ്മുടെ കയ്യിലുണ്ട്. വിദ്യാർത്ഥികൾ തയ്യാറായി വന്നാൽ അത് നിഷ്പ്രയാസം സാധിക്കാവുന്നതാണ്. ടാബ്ലറ്റ് PC അസംബിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊരു സാധ്യതയുള്ള മേഖലയാണ്. അതുമായി ബന്ധപ്പെട്ട് ധാരണാപത്രത്തിൽ അല്ലെങ്കിൽ ധാരണയിലെത്താൻ കമ്പനികൾക്ക് താല്പര്യമുണ്ട്. വ്യവസായം അല്ലെങ്കിൽ സ്വയം സംരംഭത്വം തുടങ്ങാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. വരികയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ അനവധിയാണ്, പറഞ്ഞാൽ തീരാത്തത്രയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം വളരെ നിശബ്ദമായി, പോളിയുടെ മെയിൻ സ്ട്രീമിലൊന്നും കാണാത്ത 2 അധ്യാപകർ, ഞാൻ പേര് പറയുന്നില്ല, കാര്യം ഈ മീറ്റിങ്ങിൽ ഞാൻ പേര് പറയാൻ തുടങ്ങിയാൽ ഈ പോളിടെക്നിക്കിലെ 99% ആൾക്കാരുടെ, അധ്യാപകരും അനധ്യാപകരുടെയും പേര് ഞാൻ പറയേണ്ടി വരും. അതുകൊണ്ട് ഈ പേര് പറയുന്നില്ല. അവരുടെ മുമ്പിലേക്ക് ഒരു ഐഡിയ ഇട്ടു. പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇന്റർലോക്കിംഗ് ബ്ലോക്ക് ഉണ്ടാക്കാം. രാവിലെ 11 മണിക്ക് പറയുന്നു, വൈകുന്നേരം 4 മണി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. അത് വിജയകരമാകുകയാണെങ്കിൽ ലോ കോസ്റ്റിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്ലാസ്റ്റിക് മാലിന്യം ഉപയോഗിച്ചുകൊണ്ട് പേവ്മെന്റ് കൺസ്ട്രക്ഷൻ വിത്ത് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്സ് നടപ്പിലാക്കാൻ ഉള്ള ടെക്നോളജി ഈ പോളിടെക്നിക്കിൽ ഉണ്ടാകും. വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കുട്ടികൾ മാത്രമല്ല, അധ്യാപകരും ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ പോളിടെക്നിക്ക് മാറുന്നത്.
അപ്പോൾ ഇവിടെ വേണ്ടത് നിങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, അറിയേണ്ടത്, പോളിടെക്നിക്കിൽ വന്ന് ഡിപ്ലോമ എടുത്ത് ഒരു സർട്ടിഫിക്കറ്റുമായി പോകാനുള്ള ഇടം മാത്രമല്ല. ഇവിടെ തൊഴിൽ പഠിക്കണം, സമൂഹത്തിന് ആവശ്യമുള്ള തൊഴിൽ നിർമ്മിതി നടത്തണം, ടെക്നോളജി ഉണ്ടാകണം. സാങ്കേതിക വിദ്യ പഠിക്കാൻ സാധിക്കാത്ത ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ പോലും അറിയാതെ നമ്മുടെ സാങ്കേതിക വിദ്യ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. അത്തരത്തിൽ നമ്മൾ മാറ്റം നമ്മുടെ പാഠ്യരീതിയിൽ അല്ലെങ്കിൽ ക്യാമ്പസിൻ്റെ രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും, എല്ലാ രക്ഷകർത്താക്കളിൽ നിന്നും, ഇത് കേൾക്കുന്ന പൊതുസമൂഹത്തിൽ നിന്നും എല്ലാവിധത്തിലുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ, ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ, ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ, അത് ഉറപ്പാണ്. ഇനി വേണ്ടുന്നത് ഇത് കൈകാര്യം ചെയ്യേണ്ട കുട്ടികളുടെ ഭാഗത്ത് നിന്ന്, വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന്, യുവതലമുറയുടെ ഭാഗത്ത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്യൂട്ടറിനെ സമീപിക്കാം. നിങ്ങൾക്കൊരു സ്വയം സംരംഭകത്വം തുടങ്ങണമെന്ന് ആഗ്രഹം, ഐഡിയ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്യൂട്ടറിനെ സമീപിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ HOD സമീപിക്കൂ, അല്ലെങ്കിൽ IIDC കോർഡിനേറ്ററെ സമീപിക്കൂ, അല്ലെങ്കിൽ IOC ആയി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യാപകനെ സമീപിക്കൂ. വേണ്ട, ഏത് സമയവും പ്രിൻസിപ്പലിനെ കാണാൻ നിങ്ങൾക്ക് അനുവാദം ഞാൻ നൽകിയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്നെ വന്ന് കാണും, ഞങ്ങളൊപ്പമുണ്ട്. കേരളം നിങ്ങളോടൊപ്പമുണ്ട്. കേരളത്തിലെ എല്ലാ വകുപ്പും നിങ്ങളോടൊപ്പമുണ്ട്. കേരളത്തിൻ്റെ സർക്കാരും നിങ്ങളോടൊപ്പമുണ്ട്. നമുക്ക് പുതിയൊരു നവകേരളം, തൊഴിൽ നിർമ്മിതിയുടെ കാര്യത്തിൽ പോളിടെക്നിക്ക് ഒരു പടി മുന്നോട്ട് കടന്ന് മറ്റുള്ളവർക്ക് മാതൃകയാകണം. അതിന് ആറ്റിങ്ങൽ പോളിടെക്നിക്കിന് മാതൃകയാകാൻ, നേതൃത്വം നൽകാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊപ്പമുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.